പൂജാർപ്പണ വേദിയൊരുക്കി പാടാമൊരു മലമാരി കീർത്തനമേകാം ചേരാമൊരു വീണ്ടും ഒരു ബലിയർപ്പണ വേദിയൊരുക്കി സ്നേഹത്തിൻ പൂജാർപ്പണ വേദിയൊരുക്കി പാടാമൊരു മലമാരി കീർത്തനമേകാം ചേരാമൊരു നവജീവിത ബലിയൊരുക്കാം. കൊണ്ടാടാം പാവനീട അന്നാത്തെ സഹാനാലിൻ ഒന്നൈനുണരാ കൊണ്ടാടാം പാവനീട ഹൃദയത്തിൽ വീണ്ടും ബലിയർപ്പണ വേദിയൊരുക്കി സ്നേഹത്തിൻ പൂജാർപ്പണ വേദിയൊരുക്കി പാടാമൊരു മലമാരി കീർത്തനമേകാം ചേരാമൊരു നവജീവിത ബലിയൊരുക്കാം. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്നേ ദിവസം നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൂദാശ്ലീഹായുടെ തിരുനാൾ ഓർമ്മ നമ്മൾ ആചരിക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ട് തിരുസഭയിൽ പ്രത്യേകം വണങ്ങപ്പെടുന്ന വിശുദ്ധനാണ് വിശുദ്ധ യൂദാ തദ്ദേവൂസ്. പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം, വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കാം, വിശുദ്ധന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസത്തെ തിരുക്കർമ്മങ്ങളിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സുജിൻ തോമസ് എന്ന മകന് വേണ്ടിയാണ്. അവന്റെയും അവന്റെ കുടുംബത്തെയും എല്ലാ നിയോഗങ്ങളും കർത്താവിന്റെ ആൾക്കാരെയും ഓർത്ത് ഏറ്റവും ഭക്തിയോടുകൂടെ കുർബാന നമുക്ക് അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട്
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാർ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ രക്ഷാപദ്ധതിയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ വിളിച്ച അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൂദാശ്ലീഹായുടെ ഓർമ്മയാചരിച്ചുകൊണ്ട് ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവത്തെ സ്തുതിപ്പിൻ, മഴയേ മേഘമേ വാ. ദൈവത്തെ സ്തുതിപ്പിൻ, കാറ്റേ കടലേ വാ. ദൈവത്തെ സ്തുതിപ്പിൻ, മഴയേ മേഘമേ വാ. ദൈവത്തെ സ്തുതിപ്പിൻ, മാമലയാറുകളേ പൂമലർവാടികളേ. മാമലയാറുകളേ പൂമലർവാടികളേ. കർത്താവിനെ സ്തുതിപ്പിൻ, പൈങ്കിളിജാലങ്ങളേ. കർത്താവിനെ സ്തുതിപ്പിൻ, കാറ്റേ കടലേ വാ. ദൈവത്തെ സ്തുതിപ്പിൻ, മഴയേ മേഘമേ വാ. ദൈവത്തെ സ്തുതിപ്പിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പിടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവാധിപനാമതാവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. മധ്യനു നിത്യമോചനമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥാ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ.
വിശുദ്ധനെ സംവേദനായ വസിക്കുന്ന പരിശുദ്ധനും സ്തുതിരകനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത് വിനമെപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മിശിഹാ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. നാശത്തിലൂടെ ചലിക്കുന്നവർക്ക് കുരിശിന്റെ വചനം മോക്ഷത്വമാണ്. രക്ഷയിലൂടെ ചലിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയത്രേ. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വിജ്ഞാനി എവിടെ? നിയമജ്ഞൻ എവിടെ? ഈ യുഗത്തിന്റെ താർക്കികൻ എവിടെ? ലൗകിക വിജ്ഞാനത്തെ ദൈവം മോക്ഷത്വമാക്കിയില്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിവില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ മോക്ഷത്വം വഴി രക്ഷിക്കുവാൻ അവിടുന്ന് തിരുമനസ്സായി. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് മോക്ഷത്വവുമായ രക്ഷിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർ യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. തിരുവചനം കേൾക്കാം, മുഴുവനസും ഹൃദയമുനിയേകൂ. പ്രിയജനമേ, അതിശയകരമാകും അനുഭവമായി അവനവയായി വചനമായ വഴി നടന്നു വിജയിയാകുവിൻ. ആത്മാവിൽ അറിവ് ചൊരിയുമീ പവിഴമൊഴികളാൽ പരിചയടയുവിൻ. വചനമായ വഴി നടന്നു വിജയിയാകുവിൻ. മനസ്സുകളെ തിരുവചനം കേൾക്കാം, മുഴുവനസും നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 4 വാക്യങ്ങൾ 1 മുതൽ 9 വരെ. കടൽ തീരത്ത് വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി. വളരെ വലിയ ഒരു ജനാവലി അവന് ചുറ്റും കൂടി. അതിനാൽ കടലിൽ കിടന്ന ഒരു വഞ്ചിയിൽ അവൻ കയറിയിരുന്നു. ജനങ്ങളെല്ലാം കരയിൽ കടലിന് അഭിമുഖമായി നിന്നു. അവൻ ഉപമകൾ വഴി പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു. അവനെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, കേൾക്കുവിൻ. ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അവ തിന്നു കളഞ്ഞു. മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. അത് ഫലം പുറപ്പെടുവിച്ചില്ല. ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു. അവ തഴച്ചു വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളയിച്ചു. അവൻ പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ
പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കൃപയുണ്ടാകണമേ. ഇവിടെ പ്രിയപുത്രനാകുന്ന പിതാവിന് സാക്ഷ്യം ലഭിച്ച മിശിഹായെ കർത്താവും ദൈവമായ അങ്ങയെ പറയുവാൻ ഇത് സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയാകണമേ. ദാസനെയും പാപിയെയും വിളിച്ച മിശിഹായെ വിവിധമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ മേലധ്യക്ഷ പിതാവുമായ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായെയും വിവിധാധ്യക്ഷ പിതാവുമായ മാസവാസമെത്രാനെയും എല്ലാ മെത്രാപ്പൊലീത്തമാരെയും മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കൃപയുണ്ടാകണമേ. മിശിഹായുടെ പാദത്തിൽ ചെന്ന് ഞങ്ങളുടെ ഇടവക മധ്യസ്ഥന്റെ മാതൃകയെ അനുകരിച്ച് വിശ്വാസത്തിൽ ആഴപ്പെടുവാനും വിശുദ്ധിയിൽ വളരുവാനും വരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കൃപയുണ്ടാകണമേ. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരുന്ന ദാസനെ പോലെ അങ്ങ് നൽകിയ താലന്തുകളെ പ്രയോജനപ്പെടുത്തുവാനും വർദ്ധിപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ ഇടവകയുടെ പ്രത്യേക മധ്യസ്ഥനും പരിപാലകനുമായ വിശുദ്ധ ദേവസേ പ്രാർത്ഥനയാണ് ദൃശ്യമായ എല്ലാ മുഖത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കൃപയുണ്ടാകണമേ. എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യാതനകൾ ശ്രമിക്കണമേ. ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാശ്ലീഹായുടെ ഓർമ്മ ആദരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമേ. സ്നേഹസമ്പന്നനായ വിശുദ്ധ അങ്ങേക്ക് പ്രിയപ്പെട്ടവരായ ഞങ്ങൾക്ക് വിധി ദിവസത്തിൽ അങ്ങ് മധ്യസ്ഥനായിരിക്കണമേ. അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങൾ ദൈവകൃപയ്ക്ക് അർഹരാവുകയും അങ്ങ് അനുഭവിക്കുന്ന നിത്യാനന്ദത്തിൽ പങ്കുകാരാവുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം ദർശിക്കുകയും ചെയ്യട്ടെ.
നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടെ പാത്രിയാർക്കീസ്മാരും പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ശിവായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭർത്താക്കളെയും വിശ്വാസത്തോടെ മരിച്ച് ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും ശിവായുടെ കൃപയാൽ ഈ വലിയ സുഖായത്തിന് രക്ഷിക്കുന്ന സ്വർഗരാജ്യത്തിൽ ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരനെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ആനന്ദിത സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരനെയും ശിവായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും എല്ലാവരോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൽ നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആഗ്രഹപൂർവ്വം നിന്ന് അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശയപ്പെടുന്നു. പുരോഗതിയുടെ വഴി സമാധാന സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സുഖത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവർക്കും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ദൈവത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ വിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രഭന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ
കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് കുടുങ്ങിയേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയോട് സദൃശം, അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായി വിരുദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആദരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ജീവനുമെന്റെ സർവസ്വവും മുൻപിലനച്ച് കുമ്പിടുന്നു. ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പാക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്താക്ക് വേണ്ടിയും രൂപതാധ്യക്ഷനും പിതാവുമായ മാർ സെബാസ്റ്റ്യൻ മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ ദർശനതയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധമായ എല്ലാ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ വർണ്ണനയും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസനും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിശുദ്ധരായി പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട്
കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശ്യത്തിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ എത്തിലുള്ള വലിയ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ചു സ്വർഗരാജ്യത്തിലെ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവനായകവുമായ അങ്ങയുടെ നാമത്തിൽ സ്തുതിയും ബഹുമാനവും ഉന്നതത്തിന്റെയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർത്ഥവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിക്കുന്നു. ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിക്കുന്നു. ആർദ്രതയോടെന്നും കാക്കും നിൻപുകൾ പാടുവരോ പുണ്യം ധന്യജീവിതം. ആർദ്രതയോടെന്നും കാക്കും നിൻപുകൾ പാടുവരോ പുണ്യം ധന്യജീവിതം. ആത്മനാഥാവിന ആരാധന, ആത്മജനീയം ആരാധന, ആത്മനാഥാവിന ആരാധന, ആത്മജനീയം ആരാധന. നമ്മുടെ കർത്താവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിനുമതി രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും പ്രത്യാഗ്രഹങ്ങളോടെ സമീപിക്കാം. അനുതാപപൂർവ്വമാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിലെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപവും അപരാധങ്ങളും ക്ഷമിക്കണമേ. 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 നിത്യജീവിതം കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും ഹൃദയവും രസനോദരം നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ.
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. പുത്രന്റെ സുവിധാനത്തിലെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാൻ അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും ക്ഷണിക്കുന്നു. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ഈശോയുടെ തിരുശരീരം നമുക്ക് നിത്യജീവൻ നൽകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവൃത്താൽ ശുദ്ധവും പരിശുദ്ധവും ചിന്തായകവും ദിവ്യവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ നമുക്കെല്ലാവർക്കും ഈ വീട് ദാതാവായ ദൈവത്തിന് ചിന്തയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേർന്നു ഞങ്ങളുടെ ഇടവക മധ്യസ്ഥന്റെ ഓർമ്മയാചരിക്കുവാനത് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തിൽ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ, പരിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധ യൂദാസ്ലിഹായെ പോലെ
ഞങ്ങളെ ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യവാനിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയേഴും നരകത്തിനെ കൈക്കൊണ്ടവനാമകിലരെയും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. സർവശക്തനായ ദൈവമേ, അസാധ്യകാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ്യോസിനെ ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ വലിയ പ്രാർത്ഥനകളെ ദയാപൂർവം ശ്രമിക്കണമേ. ക്രിസ്തു ശിഷ്യനും രക്തസാക്ഷിയുമായ വിശുദ്ധ യൂദാസ്യോസേ, ഈ സമയം ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് മുൻപാകെ സമർപ്പിച്ചു ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഈശോയുടെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ദൈവവും ഭക്തന്മാരുമായ വിശുദ്ധ യൂദാസിനായി ഞാൻ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഈശോയുടെ ഹൃദയം വഴി ദൈവം അങ്ങേക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളിലും ഞാൻ ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേ ശക്തമായ മാധ്യസ്ഥം വഴി ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് എന്നിലേക്ക് അനുഗ്രഹാശിസുകൾ പിടിക്കണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ വിനീതമായ പ്രാർത്ഥന ദൈവത്തെ ശ്രമിക്കുകയും അങ്ങേക്കുള്ള ദൃഢമായ വിശ്വാസത്തിന് വിലക്കെട്ടാതെ സൂക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ നിരാശാജനകമായ കാര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്നവരും ദൈവം അങ്ങേക്ക് നൽകിയിരിക്കുന്നുവല്ലോ.
ഓ എന്റെ ആശ്രയമേ, എന്നെ സഹായിക്കണമേ, വേഗം വരണമേ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ഞാൻ പാടി സ്തുതിക്കുവാൻ ഇടയാകണമേ. എന്റെ ആയുഷ്കാലം കഴിയും ഞാൻ അങ്ങയുടെ നേരെ കൃതജ്ഞത പാടുകയും സ്വർഗത്തിൽ അങ്ങേ സ്തുതിക്കുന്നതിന് ഇടയാകുമേ. ഞാൻ അങ്ങയുടെ വിശിഷ്ടദാസിയിൽ വ്യാപരിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഉത്സാഹത്തോടെ പഠിക്കുവാനുള്ള ബുദ്ധിയും മനസ്സും ലഭിക്കുന്നതിനും അവർ വിശുദ്ധയിലും വിശ്വാസത്തിലും വിജ്ഞാനത്തിനും വളർന്നു വരുന്നതിനു വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന ജീവിതാന്തസം തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളുടെ യുവാക്കൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നതിനും അവർ തിരഞ്ഞെടുത്ത ജീവിതാന്തസ്സിൽ ക്ലേശങ്ങൾ സഹിച്ചും തെറ്റുകൾ തിരുത്തി മുറച്ചു നിൽക്കുന്നതിനു വേണ്ടി തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടുവാനും ഞങ്ങളുടെ തൊഴിലാളികൾ തൊഴിലിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നതിനു വേണ്ടി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്നവർക്ക് മോചനം കിട്ടുവാനും ദൈവമാണ് യഥാർത്ഥ ആനന്ദമെന്ന് അവർ ഗ്രഹിക്കുന്നതിനു വേണ്ടി രോഗശാന്തിക്കായി മാധ്യസ്ഥം യാചിക്കുന്ന എല്ലാ രോഗികൾക്കും ആരോഗ്യവും സൗഖ്യവും ലഭിക്കുന്നതിനും മാനാരോഗ്യങ്ങൾ ദൈവത്തിന് ആശ്രയവും ആശ്വാസവും കണ്ടെത്തുന്നതിനു വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കളും മറ്റുള്ളവരും സ്നേഹത്തിൽ ജീവിക്കുവാനും അവർ സന്തോഷത്തിൽ ദൈവത്തിന് നന്ദി പറയുവാനും സങ്കടങ്ങളിൽ യേശുവിൽ മാത്രം ആശ്രയിക്കുവാനും വേണ്ടി മരണാസന്നർക്ക് പ്രത്യാശയും മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരന്മാർക്ക് നിത്യശാന്തിയും ലഭിക്കുന്നതിനും ഞങ്ങളെല്ലാവരും സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിതയാത്ര ചെയ്യുന്നതിനു വേണ്ടി വിശുദ്ധരായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ വിശുദ്ധ യൂദാസ്ലിഹ വഴി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ വിശുദ്ധ സ്നേഹത്തിനും അപസ്തോലനുമായ വിശുദ്ധ യൂദാസ്ലിഹായെ ഏറ്റവും നിരാശാജനകവും അസാധ്യവുമായ കാര്യങ്ങളുടെ മധ്യസ്ഥനായി തിരുസഭ അങ്ങേ സാർവത്രികമായി വണങ്ങുകയും അങ്ങേ സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആശയത്തിന്റെ സന്ദർഭത്തിൽ ദൃശ്യമായ സഹായം അതിവേഗം പ്രദാനം ചെയ്യുന്നതിന് അങ്ങേക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യേക ആനുകൂല്യത്തെ വിനിയോഗിക്കണമേ എന്ന് ഞാൻ എളിമയോടെ അങ്ങയോട് അപേക്ഷിക്കുന്നു. എന്റെ എല്ലാ ആവശ്യങ്ങളിലും കഷ്ടതകളിലും എന്റെ സഹായം ലഭിക്കണമേ. എന്റെ വലിയ ആവശ്യത്തിൽ നമ്മുടെ പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്നുള്ള സഹായവും ആശ്വാസവും കിട്ടുന്നതിനും അങ്ങയോടും മറ്റെല്ലാ വിശുദ്ധരോടും കൂടെ എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നതിനും എനിക്കിടയാക്കണമേ. ഓ ധന്യനായ യൂദായേ, അങ്ങ് നൽകിയ അനുഗ്രഹത്തെ ഞാനെന്നും കൃതജ്ഞതാപൂർവം സ്മരിക്കുമെന്നും പ്രത്യേകതയും ശക്തിയുമുള്ള എന്റെ മധ്യസ്ഥനായി അങ്ങയെ വണങ്ങുന്നതിൽ ഞാൻ ഒരിക്കലും കുറവുവരുത്തുകയില്ലെന്നും അങ്ങയോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് എന്റെ സർവ കഴിവുകളും ഞാൻ വിനിയോഗിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. വിശുദ്ധ യൂദായേ, ഞങ്ങൾക്ക് വേണ്ടിയും അങ്ങേ വണങ്ങുകയും അങ്ങേ സഹായം അപേക്ഷിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ആമേൻ. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ യൂദാസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അനുഗ്രഹീതരുടെ ഗണത്തിൽ ഞങ്ങൾ കൂടെ ഉൾപ്പെടുവാനും ദൈവസാന്നിധ്യത്തിൽ നിത്യാനന്ദം അനുഭവിക്കുന്നതിന് ഞങ്ങൾക്ക് ഇടവരുവാനും വേണ്ടി വിശുദ്ധരായ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ഈശോയോട് അങ്ങേക്കുള്ള സ്നേഹത്തെ കുറിച്ചും
ഈശോയുടെ തിരുനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയും വിശുദ്ധ യുദാസേ ഞങ്ങളുടെ അപേക്ഷകൾ സ്വീകരിക്കുകയും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരികയും ചെയ്യണമേ. അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ യുദാസേ എന്റെ സങ്കട സമയത്തുള്ള പ്രാർത്ഥനയെ മനസ്സറിഞ്ഞ് അനുഗ്രഹപൂർണമായ സഹായങ്ങൾ അനുസ്മരിച്ച് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്റെ എല്ലാ പരീക്ഷണ ഘട്ടങ്ങളിലും അവിടുന്ന് എന്നെ സഹായിക്കണമേ. വിശുദ്ധ യൂദാസേ എല്ലാത്തിനും വിശേഷമായി എന്റെ മരണസമയത്ത് അവിടുന്ന് എന്നെ സമീപത്തുണ്ടായിരിക്കുകയും എന്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും വിശുദ്ധ യൂദാസ്ലിഹായുടെ മാധ്യസ്ഥ സഹായവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹാതൻ വത്സലശിഷ്യൻ വിശുദ്ധനാം യൂദാസ്ലീഹാ നിൻപാദം തേടിയണഞ്ഞിടും ഞങ്ങളെ കാത്തുരക്ഷിച്ചിടണേ. ഈശോ മിശിഹാതൻ വത്സലശിഷ്യൻ വിശുദ്ധനാം യൂദാസ്ലീഹാ നിൻപാദം തേടിയണഞ്ഞിടും ഞങ്ങളെ കാത്തുരക്ഷിച്ചിടണേ. ചുറ്റിലും ദുഃഖത്തിരയാകുന്ന നീതിരയാണത്തിലൂടെ ചുറ്റിലും ദുഃഖത്തിരയാകുന്ന നീതിരയാണത്തിലൂടെ നിന്റെ വീണത്തുവാരത്തിന്റെ തൂവച്ച തേടി വരുന്നു ഞങ്ങൾ എന്നും തേടി വരുന്നു ഞങ്ങൾ. ഈശോ മിശിഹാതൻ വത്സലശിഷ്യൻ വിശുദ്ധനാം യൂദാസ്ലീഹാ നിൻപാദം തേടിയണഞ്ഞിടും ഞങ്ങളെ കാത്തുരക്ഷിച്ചിടണേ. സാധ്യമല്ലാത്തതായ ഒന്നും നിനക്കില്ല, ഓർത്തുവണങ്ങുന്നു ഞങ്ങൾ. സാധ്യമല്ലാത്തതായ ഒന്നും നിനക്കില്ല, ഓർത്തുവണങ്ങുന്നു ഞങ്ങൾ. അത്ഭുത സംഭവനീന്റെ നാമമേ ആരാകെ പാടിരത്തി പാരാകെ പാടിരത്തി. ഈശോ